നമസ്കാരം, സുഭാഷ് സാറാണ്. നമ്മളിത് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണ്. നിങ്ങളുടെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലേ? ഇനി എക്സാം വരെ അടിപൊളിയായിട്ട് പഠിക്കണം. നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടാവും. എന്നൊരു 80% നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്നതായിരിക്കും. അല്ല, നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഒത്തിരി ഉണ്ടാകത്തില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും ഇത്തിരിയൊക്കെ ബുദ്ധിമുട്ടുള്ളത്. അതെപ്പോഴും ഒരു ക്വസ്റ്റ്യന്റെ ഒരു ഭാഗമാണ്. അല്ലാതെ അതൊക്കെ കണ്ട് നമ്മൾ പേടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ അടിച്ചുകൊണ്ട് പഠിക്കുകയോ വേണ്ട. വളരെ ഈസി ആയിട്ട് നമുക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ ക്വസ്റ്റ്യൻസുകളും ചെയ്യാൻ പറ്റും. നല്ല സിമ്പിൾ ആയിട്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ട ചാപ്റ്റേഴ്സുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഒരു ഓർഡർ ആക്കണം. രണ്ടാമത്, ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട എക്സാം ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയാൻ അങ്ങോട്ട് പഠിക്കുക. ഓക്കെ, ആ രീതിക്കുള്ള നമ്മൾ പഠിച്ചാൽ മതി. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എക്സാം വരെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് +1ലേക്ക് നിങ്ങൾ പോകുമ്പോൾ നമ്മുടെ മറ്റൊരു ചാനലുണ്ട്, 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്, സുഭാഷ് മാത്സ് ക്ലാസ് റൂം. നിങ്ങൾ അതിനുള്ളിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. +1 +2 എൻട്രൻസും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളും കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവരും മറക്കണ്ട, സുഭാഷ് മാത്സ് ക്ലാസ് റൂം. ഓക്കെ, അവിടെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസുകളും +1 തൊട്ടുള്ളതെല്ലാം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം കളയണ്ട. P of x is equal to x² - 3x + 5. Find P of 1. ഓക്കെ, നെക്സ്റ്റ് P of x - P of 1. അതും ഓക്കെ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് P of x - P of 1 as the product of two first degree polynomials. മോനെ, P of 1നെ കണ്ടുപിടിക്കണം. എന്ന് പറയാം, x കാണുന്നിടത്ത് 1 അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, രണ്ട് P of x നിന്ന് P of 1നെ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ നമുക്കൊരു പുതിയൊരു പോളിനോമിയൽ കിട്ടുമല്ലോ. എന്നിട്ട് ആ കിട്ടുന്ന പുതിയ പോളിനോമിയലിനെ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്, ഒന്നാം കൃതിയിലുള്ള രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റ് ഗുണനഫലമായിട്ട് എഴുതണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് P of 1 മോനെ, P of 1. P of 1 എന്ന് പറയാൻ എന്ത് ചെയ്യണം? എക്സിനല്ല 1 കൊടുക്കണം. എക്സിന് അങ്ങോട്ട് 1 കൊടുത്തേക്കാം. നമ്മൾ എന്തിനാ സമയം കളയുന്നില്ല. അപ്പൊ 1ന്റെ സ്ക്വയർ 3x, 3 × 1 + 5 അല്ലെ. 1² - 3 × 1 + 5. ആൻസർ വരുമ്പോൾ നോക്കിക്കാൻ മോനെ, 1², 1ന്റെ സ്ക്വയർ 1 ആണ്, -3 × 1 3 ആണ്, പ്ലസ് എത്ര മോനെ? 5. ഇങ്ങനെ 3, 4 നമ്പറുകളൊക്കെ ഇങ്ങനെ പ്ലസും മൈനസും വരുമ്പോൾ പല കുട്ടികൾക്കും തെറ്റിക്കാറുണ്ട്. അത് എന്ത് ചെയ്യണമെന്നുള്ളത്. ചില ഇങ്ങനെ കുറച്ച് ഇങ്ങനെയൊക്കെ പോകും. ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ളത് +1 + 5 അത് തമ്മിൽ ചേരുമ്പോൾ എത്ര മോനെ? +6. മൈനസ് ആയിട്ടുള്ളത് ഒറ്റ ഒരാളേ ഉള്ളൂ, 3 അല്ലേ. 6 - 3 ആൻസർ ആരെ കിട്ടി മോനെ? 3. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ P of 1 എന്നുള്ള വാല്യൂ. ഇനി എന്താ പറയുന്നത്? P of x നിന്നും P of 1നെ കുറച്ചേക്കാം. നമ്മൾ ഇതിന് സമയം കളയണ്ട. P of x - P of 1. അപ്പൊ P of x അങ്ങോട്ട് എഴുതാം. എന്താണ്? x² - 3x + 5. അവിടുന്ന് P of 1 കിട്ടിയ വാല്യൂ ആയ 3നെ കുറയ്ക്കണം. കുറച്ച് സമയം നമുക്ക് കിട്ടുന്നപ്പോ എത്ര മോനെ നോക്കിക്കേ? x² -3x + 5 -3 തന്നെയുള്ളൂ അല്ലേ. ഈ എക്സിന്റെ ടൈം ഇതല്ലാതെ വേറെ എങ്ങും ഇല്ലാത്തതുകൊണ്ട് -3xനെ നോക്കി എഴുതി. ഓക്കെ, പിന്നുള്ളത് 5 - 3 2. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ട്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ പാർട്ടിനെ കിട്ടി. ഇനി എന്താ മോനെ? ഇതിനെ നമുക്ക് ആണല്ലോ P of x നിന്നും P of 1നെ കുറച്ച് കിട്ടിയ പോളിനോമിയലിനെ രണ്ട് കുട്ടി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആക്കണം. ഇപ്പൊ ആക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മൂന്നാമത്തേതാണ് x² - 3x + 2. ഇതാ മോനെ നമുക്ക് കിട്ടിയ P of x - P of 1. ഓക്കെ, ഇതിനെ നിങ്ങൾ രണ്ടെണ്ണത്തിന്റെ ഇങ്ങനെ പ്രോഡക്റ്റ് ആക്കണം. എക്സിൽ തുടങ്ങുന്ന 2 പേരുടെ പ്രോഡക്റ്റ് ആക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ x + a എന്നും x + b എന്നും അങ്ങോട്ട് എഴുതുക. ഓക്കെ, x + a യും x + b യും ഇങ്ങനെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? a + b = ഈ -3നെ എടുക്കണം. ഓക്കെ, a × b = ഈ 2നെ അങ്ങോട്ട് എടുക്കണം. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ. a + b = -3, ab = 2. ഇനി നിങ്ങൾ 2 നമ്പറിനെ അങ്ങോട്ട് കണ്ടുപിടിക്കണം. കൂട്ടിയാൽ -3, ഗുണിച്ചാൽ 2, ആഡ് ചെയ്താൽ -3 ആൻഡ് മൾട്ടിപ്ലൈ ചെയ്താൽ +2. എളുപ്പം ഒന്ന് പറഞ്ഞേ. എളുപ്പം. എനിക്ക് പതുക്കെ മതി. ആലോചിച്ച് പറയണം. കറക്റ്റ് ആയിരിക്കണം. സൈൻ എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആഡ് ചെയ്താൽ -3, മൾട്ടിപ്ലൈ ചെയ്താൽ 2. മോനെ, മൾട്ടിപ്ലൈ ചെയ്താൽ 2. അതുകൊണ്ട് a × b 2 വരണമെങ്കിൽ ഒത്തിരി സംഖ്യകളൊന്നും ഇല്ല. 2 × 1 വേറെ ആരും ഇല്ലല്ലോ. ശരിയല്ലയോ? 2 ഒന്നുകൂടി ഇൻറ്റു ചെയ്താൽ 2 കിട്ടും. വേറെ 2 നമ്പർ ഇൻറ്റു ചെയ്താൽ 2 കിട്ടത്തില്ല. അപ്പൊ നമുക്ക് 2 1 ആണ് പോസിബിൾ. പക്ഷേ കൂട്ടിയാൽ -3 വരണം മോനെ.
ഇത് നമുക്ക് കൂട്ടിയാൽ -3 വരുമോ? +3. രണ്ടിന്റെ ഒരു മൈനസ് അങ്ങോട്ട് കൊടുക്കണം. ദാറ്റ്സ് -2 and -1 adding these two we get -3 and multiply that we get +2. That's all. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം കിട്ടിയില്ല മോനെ. എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൻസർ ആ മോനെ ഇത്രേ ഉള്ളൂ. x -2 x -1 കഴിഞ്ഞു. ഇത്രേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചേർന്നു. നമ്മൾ ഏറ്റവും ടൈം കുറച്ച് ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്യണം. അതാണ് ഓരോ ക്വസ്റ്റിനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഓരോ പ്രോബ്ലം നിങ്ങൾ കവർ ചെയ്യുമ്പോഴും തൊട്ട് മുമ്പിൽ മീൻസ് അതിന് മുമ്പ് ചെയ്ത ക്വസ്റ്റിനേക്കാളും അടിപൊളിയായിട്ടായിരിക്കണം അടുത്ത ക്വസ്റ്റിന്റെ പ്രസന്റേഷൻ. ഇങ്ങനെ നമ്മൾ തന്നെ സ്വയം ഇംപ്രൂവ് ചെയ്തു പോകുമ്പോൾ നന്നായിട്ട് വളരെ ഈസി ആയിട്ട് എല്ലാത്തിനെയും നമുക്ക് കവർ അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നെക്സ്റ്റ്. ഈ ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ്. ഇതൊരിക്കലും ആരും പഠിക്കാതിരിക്കില്ല, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. അത് ഏറ്റവും നല്ല മാർക്ക് കൂടുതലുള്ളതാണ്. ഇവരെ പഠിച്ചോണം. ഇത് നിങ്ങൾ പലരും ചിലപ്പോൾ കണ്ടു കാണും, ചിലപ്പോൾ മറന്നുപോയി കാണും, ചിലപ്പോൾ കണ്ടിട്ടേ കാണത്തില്ല കേട്ടോ. അപ്പൊ എല്ലാവരും പഠിക്കുക. മാക്സിമം മക്കളെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എല്ലാവരും ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മനസ്സിലായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ഈ പ്രോബ്ലങ്ങൾ കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യാനുള്ളവർ ഇവിടെ നിന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, അപ്പൊ നോക്കിക്കാൻ വരെ ഇവിടുത്തെ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ ഉണ്ട്, എല്ലാവരും നിങ്ങൾ കാണുന്ന പോലെ അല്ലേ. ഇവിടെ നോക്കിക്ക ഒരു ലൈനെ വരച്ചിട്ടുണ്ട് AB. ഇവിടെ 0.6, ഇവിടെ 8.0. എന്നിട്ട് എന്താ പറയുന്നത്? സർക്കിൾ വിത്ത് AB as diameter is drawn. AB യെ നമ്മളൊരു ഡയമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കാം. എന്തൊക്കെയാ? എന്നിട്ട് ആ കിട്ടുന്ന സർക്കിളിന് എന്ത് കണ്ടുപിടിക്കണം മോനെ? സെന്ററിനെ കണ്ടുപിടിക്കണം. ഓക്കെ, കേന്ദ്ര ബിന്ദുവിനെ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് എന്താണ്? അതിന്റെ റേഡിയസ് ആരം കണ്ടുപിടിക്കണം. നെക്സ്റ്റ് എന്താണ്? ഇക്വേഷൻ കണ്ടുപിടിക്കണം. അങ്ങനെ എല്ലാം കണ്ടുപിടിച്ചേക്കണം. നമ്മൾ എന്തിനാ സമയം കളയുന്നത്? ഒരേ നോക്കിക്കോണേ, ഇവിടുന്ന് നമ്മള് ഡയമീറ്റർ വെച്ച് ഇത് ഡയമീറ്റർ ആയിക്കൊണ്ട് സർക്കിൾ ആയിരിക്കേണ്ട പ്രത്യേകത. ഇത് എത്ര ഡിഗ്രി ആണ് മോനെ? 90. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് ഡയമീറ്റർ ആവും. ഇങ്ങനെ വരുമ്പോൾ ഇതൊരു സെമി സർക്കിൾ ആവും എന്ന് എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു. ശരിയല്ലയോ? ആംഗിളിനെ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഇവനെ കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ലല്ലേ? അത്ര മോശമല്ല എന്നാലും. ഓക്കെ, ഇതാ നമ്മുടെ സെന്റർ. കൃത്യമായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള സർക്കിള്. സെന്റർ ഒക്കെ എവിടെയാണെന്ന് മനസ്സിലായി. അപ്പൊ നോക്കിക്കാൻ പോലെ ഇത് നമ്മുടെ ഡയമീറ്റർ. ഇത് ഇവിടെ കൂടെ പോകത്തുള്ളൂ, കാരണം ഇത് 90 ഡിഗ്രി ആയത്. കാരണം ഇത് ഡയമീറ്റർ ആകുമ്പോൾ ഇത് സെമി സർക്കിൾ ആവും. ഇത് കറക്റ്റ് 90 വരത്തുള്ളൂ. ആംഗിൾ ഇൻ സെമി സർക്കിൾ ഈസ് എന്താ? ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക, 90. ഓക്കെ, അപ്പൊ ഇത് 90 ഡിഗ്രി വരുമ്പോഴേ ഓർത്താണ് ഇത് സെമി സർക്കിൾ ആണ്. ഇതാണ് നമ്മുടെ ഫുൾ സർക്കിൾ. ഇനി നമുക്ക് ആദ്യം എന്താ മോനെ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ആരാ മോനെ? സെന്റർ. സെന്റർ എന്ന് പറഞ്ഞാൽ ആരാ? ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സെന്ററിനെ കണ്ടുപിടിക്കാം. സെന്റർ ഈസ് ഈക്വൽ ടു മിഡ് പോയിന്റ് ഓഫ് AB. എബിയുടെ എന്താണ്? എയുടെയും ബിയുടെയും മിഡ് പോയിന്റ്, അല്ലെങ്കിൽ എബിയുടെ കണ്ടല്ലോ മിഡ് പോയിന്റ്. നമ്മളിങ്ങനെ മോനെ മധ്യബിന്ദുവിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, മിഡ് പോയിന്റിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല x1 + x2/2 y1 + y2/2. അത്രേ ഉള്ളൂ. x1 + x2/2 y1 + y2/2. ഇതാണ് നമ്മുടെ മിഡ് പോയിന്റിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഈസ് ഈക്വൽ ടു മോനെ ഇതാണ് നമ്മുടെ x1 y1 ആയിട്ട് കരുതേണ്ടത്. ഇത് x2 y2. അപ്പൊ x1 + x2 എന്ന് പറയുമ്പോൾ എത്ര മോനെ? 0 + 8/2. അത്രേ ഉള്ളൂ. 0 + 8/2. അടുത്ത y1 + y2/2 എന്ന് പറയുമ്പോൾ 6 + 0/2. ആൻസർ വരുമ്പോൾ 0 + 8 8/2, 6 + 0 6/2, 4/3. ഓക്കെ, കിട്ടിയല്ലോ. 4/3. ഇനി എന്താ പോലെ റേഡിയസ്. നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ പല വഴിയുണ്ട്. അപ്പൊ നമുക്ക് ഇതാണ് മോനെ കിട്ടിയത്. ഇതാണ് നമുക്ക് കിട്ടിയപ്പോ 4,3. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം? 4,3 നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ 4,3 നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ കണ്ടുപിടിച്ചാൽ മതി. ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ റേഡിയസ്. ഇനി അതല്ല, ഈ 2 പോയിന്റ് നമ്മളുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ പകുതി എടുത്താലും മതി, റേഡിയസ് കിട്ടും. കാരണം എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്ത ഡയമീറ്റർ അല്ല പിന്നെ വ്യാസമാണ്. അതിന്റെ പകുതി എടുത്താൽ ആരും കിട്ടും, റേഡിയസ് കിട്ടും. അപ്പോൾ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ഈ 2 പോയിന്റ് നമ്മളുടെ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. 4,3യും 8,0യും. അപ്പൊ നമുക്ക് റേഡിയസ് R എന്ന് പറഞ്ഞാൽ 4,3 ആൻഡ് അരമനെ 8,0. ഈ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, that is equal to root of എന്തായാലും മോനെ ഡിസ്റ്റൻസ് ഫോർമുല x2 - x1 the whole square plus y2 - y1 the whole square. ഓക്കെ, അപ്പൊ x2 - x1 the whole square plus y2 - y1 the whole square. പിന്നല്ല, that is root of 8 - 4 the whole square plus 0 - 3 the whole square സമം എന്താ കിട്ടി? 8 - 4 4ന്റെ സ്ക്വയർ,
അടുത്തത് -3ന്റെ സ്ക്വയർ സമം 16, 9, 25, 5 കഴിഞ്ഞു. റേഡിയസും കിട്ടി മോനെ. ഈ നീളം ഇതാണ് നമ്മുടെ റേഡിയസ് കേട്ടോ. ഈ നീളം ഇതാണ് നമ്മുടെ റേഡിയസ്. എത്ര കിട്ടി? 5. അല്ലെങ്കിൽ വേണ്ടേ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാലും മതി. കണ്ടത് ഇത് റേഡിയസ് കേട്ടോ. 0, 0, ഇത് 0, 0, 4 ഇതെല്ലാം റേഡിയസുകളാ. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇക്വേഷൻ സർക്കിൾ ഈസ് x മൈനസ് h ദ ഹോൾ സ്ക്വയർ y മൈനസ് k ദ ഹോൾ സ്ക്വയർ ഈക്വൽ എത്ര മോനെ? r സ്ക്വയർ. ഇതാണ് സർക്കിളിന്റെ എന്ത് ഇക്വേഷൻ. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഈ h k എന്ന് പറഞ്ഞാൽ നമ്മുടെ സെന്റർ. ഇതാണ് നമ്മുടെ മോനെ h, ഇതാണ് നമ്മുടെ k, ഇതാണ് നമ്മുടെ r. എല്ലാം കിട്ടിക്കിടക്കുക. അങ്ങോട്ട് കൊടുത്താൽ പോലെയോ? അപ്പൊ x മൈനസ് 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് y minus 3 the whole square is equal to 5 square. Okay ആണല്ലോ അല്ലേ? x minus 4 the whole square, y minus 3 the whole square equal to 5 square. ആൻസർ എഴുതുമ്പോൾ x square minus 2 into x into 4, 8x, 4 square 16, a minus b the whole square, a square minus 2ab plus b square. Okay, അവിടെ അതുപോലെ തന്നെ y square minus 6y plus 9 സമം 25. ഓക്കെ, 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. നിങ്ങൾ ഇതിനെ ഒറ്റ സ്റ്റെപ്പ് ഇതേണ്ട 25 ആവില്ല. അത് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഈ ഈക്വലിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ -25 സമം 0 എന്ന് എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ആൻസർ ആയി കേട്ടോ. ഇങ്ങനൊരു പരിപാടി ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആൻസർ ആക്കാം. ഓക്കെ, ഞാൻ അതൊന്ന് ചെയ്ത് കാണിക്കുകയായിരുന്നു. ദാറ്റ് ഈസ് ആൻസർ ഫൈനലായിട്ട് എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് x സ്ക്വയർ എഴുതി, നെക്സ്റ്റ് y സ്ക്വയർ എഴുതണം, അതിന്റെ ഓർഡറിൽ എഴുതണം. പിന്നെ x എഴുതണം, ആരാമനെ? -8x. പിന്നെ y എഴുതണം, ആരാമനെ? 6y. നമ്പറുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ +16, +9, +25, -25 എല്ലാം കൂടെ വിട്ടുപോയല്ലോ. ആൻസർ ആരുമില്ല കേട്ടോ, 0. കോൺസ്റ്റന്റുകൾ ആരില്ല. എന്തുകൊണ്ടാണ് അവനെ? ഒറിജിനിൽ കൂടെയാണ് ഈ സർക്കിൾ പാസ് ചെയ്തേക്കുന്നത്. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന സർക്കിളിനുള്ളിൽ ഈ കോൺസ്റ്റന്റ് കാണത്തില്ല. x സ്ക്വയറും y സ്ക്വയറും x-ഉം y കൊണ്ട് തീരും, പിന്നെ ആരും കാണത്തില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ. ഇങ്ങനെ വേണം ഇവനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ. കുഴപ്പമില്ലല്ലോ, നല്ല ക്വസ്റ്റൻ ആണ്. നല്ല മെത്തേഡൊക്കെ ആണോ? ഓക്കെ ആണോ? ഒന്ന് ഷെയർ ചെയ്തേക്കണം മക്കളെ. മാക്സിമം നിങ്ങളുടെ ഷെയറിംഗ് കൂടെയാണ് ഇത് കൂടുതൽ കുട്ടികളിലോട്ട് നമ്മുടെ ക്ലാസ്സുകൾ എത്തുന്നത്. കൂടുതൽ കുട്ടികളിലോട്ട് എത്തുന്തോറും നിങ്ങൾക്ക് ക്ലാസ്സിന്റെ മീൻസ് നല്ല രീതിയിലുള്ള ലെങ്തി കൂട്ടി അടിപൊളിയായിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്യാൻ നമ്മളെ തന്നെ പ്രേരിപ്പിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഒക്കെ മനസ്സിലായി എന്ന് ഉറപ്പുണ്ടെങ്കിൽ. ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. +1 നമുക്ക് ജോയിൻ ചെയ്യാം. +1 ക്ലാസ്സിനൊക്കെ അടിപൊളിയായിട്ടുള്ള ക്ലാസ് വിത്ത് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഷോർട്ട് ട്രിക്സ്, ഷോർട്ട് കട്ട്സ് എല്ലാം ഉൾപ്പെട്ടുള്ള അടിപൊളിയായിട്ട്. ഓക്കെ, ജോയിൻ ചെയ്യാൻ നമുക്ക് താഴ്ന്ന നമ്പർ കോൺടാക്ട് ചെയ്യാം. പിന്നെ സുഭാഷ് മാത്സ് ക്ലാസ് റൂം മറക്കണ്ട. നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേര്. അതിൽ കൂടെ +1 എല്ലാ കാര്യങ്ങളും, അഡ്മിഷൻ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കൂടെ കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.